ഹലോ, ഇന്നൊരു മോർണിംഗ് റൂട്ടീൻ തന്നെ ആയാലോ. മമ്മിയൊക്കെ വിളിച്ച് പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഹോഗി മാമന് ഒരു ഉമ്മയും കൊടുത്തിട്ട് പോയി. അപ്പോൾ അത് ഇന്ന് രാവിലെ ടൈം 9 മണിയാണ്. നല്ല രസമുണ്ടായിരുന്നു. വെയിലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ അങ്ങോട്ട് നടന്നു. നമ്മളിന്ന് പോകുന്നത് വിളയിലോട്ടാണ് കേട്ടോ. കാരണം വിളയിൽ ഞാൻ ഓൾറെഡി നമ്മൾ 8 മണിയൊക്കെ ആയപ്പോൾ റംബൂട്ടാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 9 മണിയായി. കാരണം വീട്ടിനെന്താ കുറച്ച് തൂക്കലും വരലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് പോയിട്ട് ചക്ക വയ്ക്കാനായിട്ട് പോവാണ്. ചക്കയൊക്കെ നല്ല മൂത്ത് നിൽപ്പുണ്ട്. നല്ല രസമായിട്ടോ കഴിക്കാനായിട്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 3 ചക്ക അല്ല 2-3 ചക്കയോളം എടുത്തിട്ടുണ്ടായിരുന്നു. 2 അല്ലെങ്കിൽ 3 ചക്കയോളം. ഞാൻ കണ്ടില്ലായിരുന്നു എത്ര ചക്ക വീണെന്ന്. ഞാൻ ഇറങ്ങി ഓടായിരുന്നു. അപ്പോൾ അത് ഒരു തടങ്ങാൻ പോലത്തെ ഒരു സ്ഥലമൊക്കെ ആയിട്ടോ ഇങ്ങനെ. അപ്പോൾ അതുവഴി കൂടി നമ്മൾ പാസ് ചെയ്തിട്ടാണ് പോകേണ്ടത്. തൊട്ടടുത്തൊരു വേസ്റ്റിൻ്റെ ഒരു സ്ഥലമുണ്ട്. പക്ഷേ എനിക്ക് അതുവഴി കൂടെ പോകാനായിട്ട് ഭയങ്കര പേടിയാണ്. അതാണ് വേറെ വഴി കൂടെ പോകും നമ്മൾ. അപ്പോൾ അത് കയറിയിട്ടുണ്ട്. നിറച്ചും മരിച്ചിരിയും വാഴക്കുള്ള സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇത് ഇപ്പോൾ മഴയൊക്കെ പെയ്തില്ലേ കുറേ ദിവസത്തിന് മുമ്പേ. അത് കാരണം ഒരുപാട് ഒടിഞ്ഞു പോവുകയും ചെയ്തു. കുറേ താഴെയും വീണു. അപ്പോൾ അതിൽ കൂടെ കടന്നു പോകാനായിട്ട് നല്ല രസം. അപ്പോൾ ഞാൻ ഇറങ്ങി ഓടാണ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു. അതാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി. ഞാൻ എന്നിട്ട് ഇറങ്ങി ഓടാണ് കേട്ടോ. കാരണം നമുക്ക് ഭയങ്കര പേടിയാണ് ചക്കയുടെ മുമ്പ് നിൽക്കാനായിട്ട്. ചക്കയുടെ മുമ്പ് വയ്ക്കാൻ എനിക്ക് പണ്ട് തൊട്ടേ പേടിയാട്ടോ. കാരണം എൻ്റെ തലയിൽ എങ്ങനെ വീഴുമെന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങി ഓടുകയാണ്. കാരണം ഈ പേടിയല്ലേ, അതുകൊണ്ട് ഞാൻ ഓടുകയാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. ആ വെയിലൊക്കെ അടിച്ചിട്ട് പോകാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു. പിന്നെ ഒരു റംബൂട്ടാൻ കിട്ടിയായിരുന്നു കേട്ടോ. തൊട്ടടുത്തേക്കിനോട്ട് പെട്ടെന്ന് പറിക്കായിരുന്നു. അതും കഴിച്ചു. നല്ല ടേസ്റ്റുള്ള നല്ല പഴുത്ത റംബൂട്ടാനായിരുന്നു. പിന്നെ ഞാൻ പച്ച റംബൂട്ടാൻ കഴിച്ച് നോക്കിയിട്ടു നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ അതിൽ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഓഗിമാമനെ പിന്നെയും ചൊറിഞ്ഞിട്ട് പോയി. ഓഗിമാമൻ അത്ര ഇഷ്ടമല്ല അങ്ങനെ ചൊറിയുന്ന കാണാൻ. അപ്പോൾ എന്നാൽ ശരി കേട്ടോ, ഞാൻ പോവാണ്. ടാറ്റാ.